നത്തോലി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കൊഴുകൊണ്ട് ഇന്നൊരു നല്ല രുചികരമായ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായി 1 കിലോ നത്തോലി ക്ലീൻ ചെയ്തതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാ നീര് എന്നിവ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെക്കുക. ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീൻ നിരത്തുക. മീൻ ഈ പരുവാകുമ്പോൾ 2 വെളുത്തുള്ളി തൊലിയോടുകൂടി കഴുകി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് 10 ചുവന്നുള്ളി, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നത്തോലിയുടെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, കാൽസ്യം, വിറ്റമിൻ ഡി എന്നിവയാൽ സമ്പുഷ്ടമാണിത്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച ഒരു ഫുഡ് ഐറ്റമാണിത്. ഇതിൻ്റെ മുള്ളുൾപ്പെടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ടോക്സിൻ്റെ അളവ് വളരെ കുറവാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഉന്മേഷത്തിനും ഊർജ്ജസ്വലതയ്ക്കും നമുക്ക് വളരെ നല്ലതാണ്. രുചികരമായ കൊഴുവ ഫ്രൈ റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.